ശ്രീ തോമസ്, നാട്ടിൽ കിടന്നുന്ന കഥാവിന്റെ ദാസന്മാർ, സാബു, അനിയൻ, പ്രിയ തോമസ്, നമ്മുടെ സ്നേഹവന്ദനം. നമ്മുടെ പ്രിയപ്പെട്ട പലരെ നാട്ടിലായിരുന്നവരെ ക്ഷേമത്തോടെ കടന്നു വന്നല്ലോ. ഒരുമിച്ച് പ്രിയ കുഞ്ഞുങ്ങള്, അതുപോലെ പ്രിയ മാതാപിതാക്കളും അവരുടെയും മാതാപിതാക്കള് എല്ലാവരും ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ലഭിക്കുന്ന നല്ല സമയം കൊണ്ടുകൊണ്ട് നന്ദിയോടെ കർത്താവിനെ വാഴ്ത്ത കരങ്ങളെ ദൈവത്തെ ബന്ധപ്പെടുത്തിയാൽ നാം സംഘത്തിൽ നിന്ന് പാടിയതുപോലെ ഈ 2011 മാസങ്ങൾ നമ്മെ വിട്ട് കിടന്നു. തന്റെ 11th മന്തിന്റെ ലാസ്റ്റ് ദിവസങ്ങളാണല്ലോ നമ്മായിരിക്കുന്നത്. നമുക്ക് ഈ ഉപകാരങ്ങളെ ഓർക്കാതെ വേണം നമ്മുടെ അന്തരകൃത്യം കർത്താവിനെ ഉയർത്തുവാൻ, ദൈവത്തെ ബന്ധപ്പെടുത്തുവാൻ ദൈവം നൽകുന്ന നല്ല സമയത്തിനാണ് ദൈവത്തോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആണ്ടിന്റെ ആദ്യ നാൾ മുതൽ സ്തോത്രം അവന്റെയോട് സൂക്ഷിച്ച കർത്താവിന് നന്ദിയോടെ ദൈവത്തിലായിരിക്കാം. ഹല്ലേലൂയ. പറഞ്ഞു തീരാത്ത ദാനങ്ങൾ നിമിത്തം ഹല്ലേലൂയ നദിയോട് സ്തോത്രം ചെയ്യാൻ ദൈവത്തിന്റെ മഹത്വം വരാനാം. സ്തോത്രം. 13-ാമത്തെ കീർത്തനത്തിന്റെ അമേൻ 2ാമത്തെ വാക്യമായി 3ാമത്തെ വാക്യം 3ാമത്തെ വാക്യം നമുക്ക് അവതരിപ്പിച്ചിട്ട് ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നു. 3ാമത്തെ വാക്യത്തിന്റെ പൂർണ്ണമായിട്ടില്ലെങ്കിൽ ഭാഗികമായിട്ട് ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നു. 3ാമത്തെ വാക്യം വായിച്ചാൽ ഇംഗ്ലീഷിൽ ഇങ്ങനെ കാണുന്നല്ലോ. He who forgives all your sins and heals all your diseases. ദൈവനന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുന്നു. 2 കാര്യങ്ങളാണ്. 2 കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണമേ. ദൈവമക്കള് എല്ലാവരും കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിക്കണം. സ്തോത്രം. എല്ലാവരും ഒരുമിച്ചുള്ള ശുശ്രൂഷയാണ് സ്തോത്രം. അതാണ് സ്തോത്രം. ഇവിടെ പറയുന്നത് അവൻ who forgive all your sins. മാത്രമല്ല heal all your diseases. Listen to me please. Continue. നമ്മളെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുന്ന, സകല പാപങ്ങളും ക്ഷമിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുക. കർത്താവ് സഹായിക്കുന്നവർക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുക. അവൻ നമ്മുടെ അകൃത്യങ്ങളെ മൊത്തം നമ്മോട് പകരം ചെയ്യാൻ സ്തോത്രം. പുതിയ അസ്തമയത്തോട് അനുസരിക്കുമ്പോൾ നമ്മുടെ ലംഘനങ്ങളെ നമ്മുടെ അകറ്റി സ്തോത്രം നമ്മൾ സൂക്ഷിക്കുന്ന കർത്താവിന്റെ മഹത്വപ്പെടുത്തുക. ഇവിടെ പാപങ്ങളെ മോചിക്കുന്ന പറയുമ്പോൾ പാപം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പെട്ടെന്ന് നിർവചനം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് എല്ലാം അറിയാമെങ്കിൽ തന്നെ നമ്മൾ പ്രത്യേകം പറയുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ ദൈവഭയന അടിസ്ഥാനത്തില് ദൈവഭയനത്തില് നമ്മോട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്തില്ല എങ്കിൽ അത് പാപമാണ്. ചെയ്തെന്ന് പറഞ്ഞ വിഷയം നാം ചെയ്താൽ അതും പാപമാണ്. ഇവിടെ നാം ചിന്തിക്കുന്ന കർത്താവിന് നമ്മോടുള്ള മഹാദയ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങളെ മൊത്തമായിട്ട് മൊത്തത്തിൽ സ്തോത്രം അകൃത്യങ്ങളൊക്കെയും പാപങ്ങളൊക്കെ ക്ഷമിച്ചു തന്നു, പൂർണ്ണമായി ക്ഷമിച്ചു തന്ന കർത്താവിനെ കുറിച്ചാണ് അവൻ നാം ഈ സായാഹ്ന സമയത്ത് ചിന്തിപ്പാൻ വെക്കണം, ആഗ്രഹിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വെക്കണം, ആഗ്രഹിക്കും. അത് തന്നെയാണല്ലോ നമുക്ക് കർത്താവിനോടുള്ള പ്രാഗൽഭ്യം. നമ്മെ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചതുകൊണ്ട് സ്തോത്രം അവൻ ആർക്കും ക്ഷമിപ്പാൻ കഴിയാത്ത, ആർക്കും വിടുവിപ്പാൻ കഴിയാത്ത, സ്വന്തം ന്യായപ്രമാണത്തിന് കഴിയാത്ത, പഴയ ദൈവത്തിന് പുസ്തകങ്ങൾക്ക് കഴിയാത്ത സ്തോത്രം, പ്രവാചകന്മാർ കഴിയാത്തത് സ്തോത്രം അവൻ നമുക്ക് വേണ്ടി രക്ഷ നൽകുവാൻ സ്തോത്രം കാൽവരിയിൽ തകർക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിനെ ഉയർത്തുവാൻ ഹല്ലേലൂയ പാപക്ഷമ പ്രാപിച്ച ദൈവത്തിന്റെ മക്കൾ ഹല്ലേലൂയ പാപത്തിന്റെ വിടുതൽ പ്രാപിച്ച ക്ഷമ പ്രാപിച്ച ബോധ്യമുള്ള പ്രിയപ്പെട്ടവർ കരങ്ങൾ വെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പാപങ്ങളെ അവൻ ക്ഷമിക്കുന്നു. ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ പ്രൈസ് ഗോഡ്. അവൻ നാം ഒക്കെ ദൈവോത്തരനാകേണ്ടതിന് ദൈവോത്തരം മനുഷ്യപുത്രനായി കാണുന്ന നാം ദൈവങ്ങളെന്ന് വിളിക്കപ്പെടുവാൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ അത്രമാത്രം അവൻ നമ്മെ സ്നേഹിച്ചു. ഹല്ലേലൂയ അവൻ നമുക്ക് ആ ഒരു പുത്രസ്വീകാരി, അവൻ ദൈവപുത്രൻ, ദൈവ മക്കൾ അവൻ ഹല്ലേലൂയ പറയപ്പെടുവാൻ വേണം. ഹല്ലേലൂയ അവൻ നമുക്ക് ആ പദവി നൽകുവാൻ വേണം. യേശു ക്രിസ്തു തന്റെ ദൈവത്തിന്റെ പുത്രത്വം അവൻ മാറി അവൻ ഹല്ലേലൂയ അവൻ സ്വർഗ്ഗലോകങ്ങളെ വെടിഞ്ഞ് അവൻ ഈ ഭൂമിയിലേക്ക് വന്നു. എന്തുകൊണ്ടെന്നാൽ സ്തോത്രം നമ്മെ ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തുവാൻ ദൈവം അവൻ നമ്മെ ഭൂമിയിൽ ഉയർത്തപ്പെടുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ അവൻ സ്വർഗ്ഗലോക മഹിമകളെ വിളിച്ചുകൊണ്ട് ഈ ഭൂമിയിലേക്ക് കടന്നു. സ്തോത്രം ഹല്ലേലൂയ നദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവൻ നമുക്ക് നീതി ലഭിക്കാൻ സ്തോത്രം
ഹല്ലേലൂയ. അവൻ നമുക്ക് സൗഖ്യം ലഭിക്കാൻ തക്കണം. ഹല്ലേലൂയ. അവൻ രോഗങ്ങളൊക്കെ വഹിച്ചുകൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. അവൻ ഈ ഭൂമിയിലേക്ക് വന്ന ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. അവൻ ദൈവം അവനെ വിടുവിച്ച വിലകളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 18 അധ്യായത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. മത്തായി സുവിശേഷം 18 അധ്യായത്തിലെ സ്തോത്രം 23 വാക്യം വായിച്ചാൽ അതിന് മുമ്പൊരു വാക്യം വായിക്കണ്ടേ? 21 വാക്യം വായിക്കാം. ഈ ക്ഷമിക്കുന്ന അനുഭവത്തില് പത്രോസ് യേശുവിന്റെ അടുത്ത് ചോദിക്കുന്നത് ന്യായമായ ഒരു കാര്യം അവർത്തില്ലേ? കർത്താവേ, 7 വട്ടം ക്ഷമിച്ചാൽ പോലെയോ? സഹോദരന് എന്നോട് പ്രവചിച്ചാൽ 7 വട്ടം ക്ഷമിച്ചാൽ പോലെ എന്ന് വളരെ ന്യായമായ ഒരു ചോദ്യമായിട്ടാണ് യേശുവിന്റെ അടുത്ത്. യേശു അതിന്റെ മറുപടി കൊടുക്കുന്നത് നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സ്തോത്രം. അത് നല്ലതാണ്, നല്ല വളരെ ഗോഡ്. അവൻ 7 അല്ല 7 70 ദൈവമേപ്പോൾ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് സ്തോത്രം. നാം ഈ ക്ഷമിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവൻ യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ നമ്മളിലേക്ക് വ്യാപരിക്കുമ്പോൾ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനുള്ള അവൻ ഹല്ലേലൂയ മനസ്ഥിതി തന്നെ നമുക്ക് ഉണ്ടാകുമ്പോൾ അവൻ നാം ക്ഷമിക്കുമ്പോഴൊക്കെ നമുക്ക് കുറിച്ചിടാറുണ്ടോ? 7-70 വട്ടം അക്കമിട്ടാണോ നാം ക്ഷമിക്കുന്നത്? സ്തോത്രം. നദിയോട് സ്തോത്രം. പിതാവ് നമ്മോട് ക്ഷമിച്ചിട്ടുള്ളതൊക്കെ സ്തോത്രം എണ്ണിക്കൊണ്ടായിരുന്നോ അക്കമിട്ടുകൊണ്ടായിരുന്നോ? സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പറഞ്ഞു തരാത്ത അവൻ എത്ര ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എത്രയോ ക്ഷമ ലഭിച്ച പ്രിയപ്പെട്ടവർ. ഹല്ലേലൂയ. എത്രയോ അകത്തിരുന്ന് മോചിക്കപ്പെട്ട ദൈവങ്ങൾ. ഹല്ലേലൂയ. അവയെ എണ്ണിയാൽ തീരാത്തവണ്ണം. ഹല്ലേലൂയ. ദൈവം നമ്മെ വിടുവിച്ച നമ്മെ അകൃത്യങ്ങളെ മോചിച്ച നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചിരുന്ന കർത്താവിനെ കരങ്ങൾ തിരികൊണ്ട് ദൈവത്തെ ബോധപ്പെടുത്തിയാണ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇതൊന്നുകൂടെ വിശദമാക്കുവാൻ വേണ്ടി അവൻ പറഞ്ഞ ഒരു ബോധം കൂടെ ഒന്നുകൂടെ ചിന്തിക്കാം. 24-23 വാക്യം. പെട്ടെന്ന് ഞാൻ പറഞ്ഞു സമയത്തിന്റെ ജനിക്കല്ല. നമുക്കും അറിയാവുന്ന വിഷയമാണല്ലോ. സ്തോത്രം. തന്റെ ദാസന്മാരുമായി കണക്ക് വെപ്പാൻ ഭാവിക്കുന്ന രാജാവിനോട് സദൃശ്യമാക്കിക്കൊണ്ട് സ്വർഗരാജ്യത്തെ അവൻ കണക്ക് തീർക്കാൻ ഭാവിക്കുന്ന രാജാവിനോട് സദൃശ്യമാക്കിക്കൊണ്ട് കണക്ക് നോക്കി നമ്മളുടെ 10,000 കാലം കടപ്പെട്ട ഒരുവനെ അവനെ എടുത്തുകൊണ്ട് അവൻ അപ്പോൾ വീട്ടുവാൻ യാതൊരുമായി 10,000 എന്താ 10,000 കാലത്ത് കടപ്പെട്ട വ്യക്തിയാണ്. അവൻ യാതൊരു നിവൃത്തിയുമില്ല. സ്തോത്രം. വീട്ടുവാൻ വകയില്ല. അവന്റെ യജമാൻ അവനെയും ഭാര്യയെയും മക്കളെയും അവൻ ഉടക്കുകയും വിട്ട് കടം തീർക്കാൻ നിർദ്ദേശിച്ചു. ഈ കടം തീർക്കണം. കാര്യം ഇത് വെറുതെ കാശ് കൊടുക്കാൻ പറ്റത്തില്ല. 10,000 വലിയ സംഖ്യ അല്ലേ? പ്രൈസ് ഗോഡ്. 1 കോടിയോളം ഒരു തുക അതിൽ അടച്ചു കൊടുക്കും. പ്രൈസ് ഗോഡ്. ഇപ്പൊ കേരളത്തിലാണ് കടമൊക്കെ എഴുതല്ലുന്ന സമയത്താണ് അതിന്റെ പലിശ മാത്രം എഴുതൽ കൊടുത്തിരിക്കുകയാണ്. അവൻ നേരിയ രീതിയിലാണ്. പ്രൈസ് ഗോഡ്. അവൻ ഇവിടെ വലിയൊരു തുക അവൻ കടപ്പെട്ടിരിക്കുന്ന അവൻ ഈ ദാസനോട് അവൻ തീർപ്പാന്റെ കൊണ്ട് കൽപ്പിച്ചപ്പോൾ സ്വന്തം ആ ദാസന് വന്ന് വീട് നമസ്കരിച്ചുകൊണ്ട് അവൻ പറയുന്നുണ്ട്. അതിന് സ്വന്തം എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ സകലവും തന്നു നിൽക്കാൻ. പ്രൈസ് ഗോഡ്. അപ്പോൾ അവരെ വിട്ടയച്ചൂടെ കാണുന്ന കടവും ഇളച്ചു കൊടുക്കുന്നു പറയുന്നത്. പ്രൈസ് ഗോഡ്. ദൈവമേ, നമുക്കതാണ് ഏറ്റവും ക്രിസ്തുവിനുള്ള ഒരു വലിയ നമുക്കുള്ളൊരു പ്രാഗല്യം. അതല്ലേ? പ്രൈസ് ഗോഡ്. വലിയ അളവിനായിട്ട് കർത്താവിനോട് വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവൻ തങ്ങൾക്ക് മനസ്താപം ലഭിച്ചുകൊണ്ട് പശ്ചാത്തലിച്ചുകൊണ്ട് അവൻ തങ്ങളുടെ കുറവുകളെ ഏറ്റുപറഞ്ഞുകൊണ്ട് അല്ല എത്ര വലിയ പാപങ്ങളായിക്കൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. അവൻ വലിയ പാപക്ഷമയ്ക്ക് വേണ്ടി അവൻ ഇളവ് കിട്ടുവാൻ വേണ്ടി വിളിച്ചപേക്ഷിക്കുന്ന ഒരു പ്രവർത്തിക്കുന്ന കർത്താവായി യേശുവിനെ നാം വിളിച്ച് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ സകലം ഇളച്ച് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവനെ അവിടുത്തേതായി കാണുന്നു. സ്തോത്രം. നദിയോടൊപ്പം നമ്മൾക്ക് നാം ആ കടക്കുടിയിൽ കിടന്നെങ്കിൽ നമ്മൾ എവിടെ അടുത്ത് വീഴുന്നത്? ആ നരകത്തിൽ കിട്ടേണ്ടവന്. പാട്ടുകാരൻ പറയുന്ന പോലെ ചെന്നൈയെ ഞാൻ നരകമായി അവിടെ ചെല്ലുന്നതാണ്. ഹല്ലേലൂയ. എന്നാൽ ഈ മഹാരാജാവ് ഹല്ലേലൂയ അവൻ നമുക്ക് വേണ്ടി ഹല്ലേലൂയ അവനെ നിലച്ചു തന്നു. ഹല്ലേലൂയ അവൻ സ്വർഗസ്ഥലത്തിൽ ഹിന്ദുവാന്തപ്പോൾ നമ്മെ കണ്ട് ഹല്ലേലൂയ അവയെ നമ്മെ വിടുവിച്ച് നമ്മെ ഇളച്ചു തന്ന കർത്താവിന്റെ മഹാദേവനുകൊണ്ട് അവയെ ദൈവത്തെ
ശ്രദ്ധിക്കണമേ. അവൻ മറ്റൊരു കാര്യം നാം ശ്രദ്ധിക്കുക. അവൻ ഈ വലിയ കടമൊക്കെ ഇളച്ചു കിട്ടിയ വ്യക്തി അതിലെ പോയപ്പോൾ ഒരു കാര്യം കൂടെ ചിന്തിച്ച് അവന്റെ ദൈവത്തിന് അവൻ ചുരുപ്പാൻ തനിക്ക് 100 വെള്ളിക്കാശ് കടമുള്ള ഒരു കൂട്ടുകാരനെ കണ്ടു. നന്ദി കൊടുക്കണം. അപ്പൊ ഇത് 100 10,000ന്റെ ഇത് 100 100 ഉള്ളൂ. 1/100. അപ്പൊ ഇത് കണ്ടപ്പോഴേ കൂട്ടുകാരന് കണ്ടപ്പോഴേ കണ്ട തൊണ്ടയ്ക്ക് പിടിച്ച് ഞെരുങ്ങി കടം തീർക്കാന്ന്. മാത്രമല്ല ഇത് തീരുന്ന വരെ കടം വീഴുമ്പോഴും അവരെ തടകിൽ ആക്കി. ദൈവങ്ങളെ പലപ്പോഴും നമുക്ക് ദൈവത്തിന് നീതി ലഭിച്ചു കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഒരുപക്ഷെ നാം മറ്റുള്ളവരെ നോക്കുമ്പോൾ നമ്മുടെ കണ്ണിലോട് നോക്കുമ്പോൾ ചെറിയ ഒരു ചെറിയ ചലനങ്ങൾ, ചെറിയ കുറവുകൾ, അവൻ ചെറിയ പ്രയാസങ്ങൾ ഹാനിക്കുക, അവൻ ഇറക്കണം നോക്കുമ്പോൾ ഹാനിക്കുക. ഒരുപക്ഷെ നാം അത് കുറ്റം വിധിച്ചാൽ നാം പറയുന്നവരെ തലവിലാക്കണം. അവൻ അതിനാണ് യോഗ്യൻ. അവൻ കടം വിടുമ്പോളം അവൻ തലവിലാക്കണം. എന്നാൽ ഈ സംഭവിച്ചതൊക്കെ വന്നാൽ ഈ ദാസന്മാർ ഇവിടെ യേശുവിനെ അറിയിക്കുന്നു, തന്റെ യജമാനെ അറിയിക്കുന്നു. അപ്പോൾ എന്താ പറയുന്നത്? സ്വന്തം അപ്പോൾ അവിടുത്തെ നല്ല സ്റ്റേറ്റ്മെന്റ്, വളരെ വ്യക്തമായിട്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എനിക്ക് നിന്നോട് കിണർ തോന്നുപോലെ നിനക്ക് കൂട്ടുദാസമുള്ള കിണർ തോന്നുന്നതല്ലയോ സ്വന്തം. അങ്ങനെ യജമാനെ കോപിച്ച് അവൻ കടമൊക്കെ തീർക്കുമ്പോഴും അവനെ ദണ്ഡിപ്പിക്കുന്ന ഒരു കാര്യം. ദൈവങ്ങളെ, നിങ്ങളോട് സഹോദരനോട് ദൈവം ലഭിക്കാൻ സ്വർഗസ്നായ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ദിവാനാം നമ്മളെ ഓർമ്മിക്കുന്ന വിഷയം നാം പ്രാപിച്ച നന്മകൾക്കൊപ്പം, നാം പ്രാപിച്ച വിടുതലുകൾക്കൊപ്പം പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ആമേൻ. നാം മറ്റുള്ളവരെ ക്ഷമിക്കുവാൻ സ്തോത്രം. സ്വർഗസ്നായ പിതാവ് നമ്മുടെ ദൈവത്തോട് ക്ഷമിച്ചതുപോലെ നാം ക്ഷമിക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ അവർ പറയുന്നല്ലോ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. കരങ്ങളിൽ കുടിക്കുന്ന ബന്ധമുണ്ടാവും. ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചൊരു പ്രത്യേക ഭാഗങ്ങൾ ഓർമ്മിച്ചു. ഒരിക്കലും രോഗിക്ക് വേണ്ടി ഒരു സഹോദരൻ ശാരീരിക സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തന്റെ അനുഭവത്തിൽ ഓർമ്മിച്ചൊരു വിഷയം. അപ്പൊ താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വളരെ ശക്തമായ ഈ സഹോദരിക്ക് വേണ്ടി പോരാടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദുരാത്മാവ് സംസാരിക്കുന്നത്, ദുരാത്മാവ് സംസാരിക്കാൻ. അപ്പോൾ വളരെ ദുരാത്മാവ് സംസാരിക്കുകയാണ്. ഞാൻ അവളെ വിട്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. കാരണം വചനപരമായിട്ടും നിയമപരമായിട്ടും ഒന്നും ഞാൻ വിട്ടുപോകേണ്ട കാര്യമില്ല. എന്നിട്ട് അത് ഓർമ്മിച്ചു അവിടെ ഹൃദയത്തിൽ കൈപ്പുണ്ട്. നാം ചിന്തിച്ച വിഷയം തന്നെ അവിടെ ഹൃദയത്തിൽ കൈപ്പുണ്ടെന്ന് ഹൃദയത്തെ ഓർമ്മ പറ്റി. മത്തായ 12 തിരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഹൃദയപൂർവ്വം അവൻ നിങ്ങൾ ക്ഷമിക്കാതിനാൽ പ്രൈസ് ഗോഡ് അവൻ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും അവൻ ദോഷങ്ങൾ എങ്ങനെ ക്ഷമിക്കും. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. നന്ദിയോടെ നമുക്ക് ദൈവങ്ങളെ ഓർമ്മിച്ചാൽ നമുക്ക് ദൈവം വിടുവിച്ച നമുക്ക് ലസ് തന്ന ഹല്ലേലൂയ അവൻ ആ ഇളവിനത്തവണ്ണം ഹൃദയപൂർവ്വം മറ്റുള്ളവരെ ക്ഷമിപ്പാക്കണം. ദൈവാത്മാവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ നോക്കാം. അവൻ നാം വായിച്ചതുപോലെ നമ്മുടെ പാപങ്ങൾ ഒക്കെ മോചിക്കും, പൂർണ്ണമായിട്ടും പോയിച്ചിരുന്ന ഹല്ലേലൂയ ആമേൻ. അത് എത്ര കരിഞ്ഞുമായാലും ഹിമം പോലെ നന്മയാക്കുന്ന ഹല്ലേലൂയ ആമേൻ. ദൈവത്തെ കരകോട്ടിലും ദൈവത്തെ മഹത്വപ്പെടുത്താമോ ഹല്ലേലൂയ. അവൻ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് എറിഞ്ഞു കളയുന്ന ദൈവത്തെ ഹല്ലേലൂയ. നന്ദിയോടെ ദൈവത്തെ ഉയർത്തുവാൻ ആമേൻ. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിച്ചു. അപ്പോൾ അത്രമാത്രം നമ്മെ സ്നേഹിച്ചാൽ നമ്മെ വിടുവിക്കുമോ ഹല്ലേലൂയ. ഹൃദയപൂർവ്വം മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ ദൈവാത്മാവ് നമ്മെ കുറിച്ച് ആഗ്രഹിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനപ്രകാരം നാം പല അകൃത്യങ്ങളും അവൻ ഹല്ലേലൂയ അവൻ സ്തോത്രം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയാണ്. അഥവാ മറ്റുള്ളവർക്ക് അവൻ ഹല്ലേലൂയ ക്ഷമിക്കേണ്ട പല വിഷയങ്ങൾ നാം ഉള്ളിൽ കരുതിയാൽ ചില വിഷയങ്ങൾ ചിലപ്പോൾ കൈപ്പായിട്ട് മാറും. അത് വലിയ പാപമായിട്ട് മാറും. ദൈവങ്ങളെ അവൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹല്ലേലൂയ ദൈവാത്മാവ് ഓർമ്മിക്കുന്നു സ്തോത്രം. ഹൃദയപൂർവ്വം വിട്ടുകളയുക ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ദൈവത്തെ മഹത്വപ്പെടുത്തുക. എന്തുകൊണ്ടെന്നാൽ അവൻ വലിയ പാപത്തെ നമുക്ക് അവൻ സ്വർഗസ്ഥാനത്തിൽ ഇരിക്കുവാനും ഹല്ലേലൂയ നിത്യജീവൻ അവകാശമാക്കുവാനും ഹല്ലേലൂയ അത്രമാത്രം സ്നേഹിച്ച് നമ്മെ നമ്മെ വിടുവിച്ച അവൻ നമ്മുടെ സകല പാപങ്ങളെയും ക്ഷമിച്ചു എന്ന കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും അവൻ ദൈവത്തിന്റെ കരങ്ങളെ കൈകൊണ്ട് സമർപ്പിക്കാം. ഈ വരുന്ന കർത്താവിന്റെ